പൊന്നുമോൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്. വിശന്നു വലഞ്ഞുകൊണ്ട് ഖലീഫ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വിശന്ന് വലഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാനില്ലല്ലോ ഉമ്മാന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയുമ്പോ ഖലീഫയായ ഉപ്പയതാ തന്റെ ഖിലാഫത്തിന്റെ അധികാര സ്വഭാവത്തിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു പാത്രവും കൊണ്ട് ഓടിപ്പോയി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അവിടെ ചെല്ലുമ്പോ അതേ പാവപ്പെട്ട കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നത് കണ്ട കൂട്ടത്തില് തന്റെ മകൻ നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ ഓടിച്ചെന്നിട്ട് ആ പൊന്നുമോന്റെ പാത്രം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് മകൻ പറഞ്ഞു, ഉമ്മ, ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല ഉമ്മ. ഒട്ടിയ വയറുമായി പാവപ്പെട്ട കുട്ടികളോടൊപ്പം ഞാനൊന്ന് ചേർന്നിരുന്നപ്പോ എന്നെ പരിഗണിച്ചില്ല ഉമ്മ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ രാത്രിയിൽ മടങ്ങിയെത്തിയ ഖലീഫയോട് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ചോദിച്ചു, എന്തേ നമ്മുടെ പൊന്നുമോനല്ലേ, ഞാൻ മരണവേദനയോടെ പ്രസവിച്ച തങ്കക്കുടമല്ലേ, അവൻ പട്ടിണി കിടക്കുന്നവരെ നിങ്ങൾക്കൊരു വിഷയമല്ലാണ്ടായോ, അവൻ വെള്ളം ദാഹിച്ച് വലഞ്ഞു നടക്കുന്നവരെ നിങ്ങൾക്കൊരു സങ്കടമല്ലാതായോ, അവന് കൂടി ആ പാവപ്പെട്ട മക്കൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ കുറച്ച് തരി കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ആ പിതാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണേ, അവൻ ദുനിയാവിലല്ലേ കരഞ്ഞുള്ളൂ, കരയട്ടെ, സുബഹി ബാങ്ക് വരെ കരയട്ടെ, ഭക്ഷണം കഴിക്കാതെ കരഞ്ഞ് തളർന്നിട്ട് എന്റെ പൊന്നുമോൻ ഉറങ്ങട്ടെ, പക്ഷേ നീതിമാനായ റബ്ബിന്റെ കോടതിയിൽ എന്റെ പൊന്നുമോനെ കരയോ ഞാൻ അനുവദിക്കില്ലെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് അറിവും അദബും തഖ്വയും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോണ്ടാകുന്ന ഈമാൻ. അവിടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെയൊക്കെ ജീവിച്ച് കാണിച്ചവരാണ്. വിട പറഞ്ഞു പോയപ്പോ മകൻ ഇങ്ങനെ കരയുന്ന, റബ്ബേ സമാധാനമില്ല, റബ്ബേ സമാധാനമില്ല, എന്റെ ഉപ്പാന്റെ ഖബറിന്റെ അവസ്ഥയറിയാതെ സ്വസ്ഥതയില്ല, എന്റെ പിതാവിന്റെ ഖബറിന്റെ രംഗമറിയാതെ സമാധാനമില്ല, അതുകൊണ്ട് റബ്ബേ എന്റെ ഉപ്പയുടെ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് കാട്ടിത്തരണമല്ല. ഒരു രാത്രിയിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്, ഒരു രാത്രിയിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. സുന്ദരമായ മനോഹരമായ സ്വർഗീയ പൂന്തോട്ടത്തില് ഒരുപാട് വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങളുടെ മുമ്പില് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. മകൻ ചോദിച്ചു, ഉപ്പാ സന്തോഷമാണല്ലോ, മുഖത്ത് കാണുന്നൊരു സന്തോഷമാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നു, മോനെ, ഒരു യോഗ്യതയുമില്ലാത്ത പാവപ്പെട്ട ഉപ്പച്ചിക്ക് അല്ലാഹു